ആദ്യം തന്നെ നമുക്ക് ട്രൈബൽ ചീഫ് ഹെഡ് ഓഫ് ദ ടേബിൾ റോമൻ റീൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത് നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ്, അതായത് സ്പെഷ്യൽ ന്യൂ ഇയർ റെവല്യൂഷൻ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റീൻസും ഉണ്ടായിരിക്കും. സോ അതെന്തായാലും കൺഫേം ആയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ റോൾ എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് എലിനേറ്റ് AJ സ്റ്റൈൽസ് അതുപോലെ റാൻഡി ഓർട്ടൺ, എനിക്ക് തോന്നുന്നു ഇവരുടെ മാച്ച് കഴിഞ്ഞ് ഇതിലെ വിജയ് അദ്ദേഹം ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും മിക്കവാറും WWE പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രിപ്പിൾ എച്ച് പ്ലാൻ ചെയ്യുന്നത്. സോ ന്യൂ ഇയർ റെവല്യൂഷനിൽ നിങ്ങൾക്ക് റോമൻ റീൻസിനെ കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് റോമൻ റീൻസുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതായത് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് റോക്ക് വന്ന്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ റോക്ക് ആയിരിക്കും ആ ഒരു ഫോർമർ ചാമ്പ്യൻ ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ജിന്ദർ മഹാൾ തന്നെയാണ്. ഞാൻ ചിരിച്ചിരിച്ച് ചത്ത് ജിന്ദർ മഹാൾ വന്നപ്പോൾ. കാരണം എല്ലാവരുടെ എക്സ്പ്രഷനും, പിന്നെ എനിക്ക് ജിന്ദർ മഹാൾ വന്ന് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ത്യയിൽ നിന്ന് ഉള്ളൊരു സൂപ്പർ സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ജിന്ദർ മഹാൾ വന്നത്. എനിക്ക് പിന്നെ ജിന്ദർ മഹാളിൻ്റെ ആ ഒരു മോഡേൺ ഡേ മഹാരാജ എന്ന് പറയുന്ന ക്യാരക്ടറും എനിക്ക് ഇഷ്ടമാണ്, അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആയപ്പോൾ ഉള്ള. സോ എനിക്ക് ജിന്ദർ മഹാൾ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയാം. അവർക്കാർക്കും തീരെ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഞാൻ ചിരിച്ചിരിച്ച് ചാവുക. സോ അത് കഴിഞ്ഞ് റോക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്ക് അവസാന നിമിഷം അറിയാമായിരുന്നു ഏതോ ഒരു റിട്ടേൺ ഉണ്ടാകുന്നു. കാരണം എല്ലാവരും, അതായത് ഓഡിയൻസ് എല്ലാവരും ആ ഒരു ഫോൺ അവിടേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സോ എനിക്ക് ആ ഒരു സമയത്ത് തോന്നി ഏതെങ്കിലും ഒരു റിട്ടേൺ ഉണ്ടാകും. ഞാൻ പറഞ്ഞ പേരുകൾ എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നർ അല്ലെങ്കിൽ ഹൾക്ക് ഹോഗൻ, അതുപോലെ തന്നെ വേറൊരു പേരോട് ബിഗ് ഇവരൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റോക്ക് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സോ ഒരു അൺബിലീവബിൾ റിട്ടേൺ ആയിരുന്നു. എന്തായാലും ആ ഒരു റിട്ടേണിന് ശേഷം റോക്ക് റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ചലഞ്ചിന് റോമൻ റീൻസിൻ്റെ ഒരു മറുപടി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിലാണ് അദ്ദേഹം ആ ഒരു മറുപടി ഇട്ടിരിക്കുന്നത്. ഒരു ചിരിക്കുന്ന ഇമോജിയാണ് റോമൻ റീൻസ് പങ്കിട്ടിരിക്കുന്നത്. എന്തായാലും അതിൽ എത്രത്തോളം അർത്ഥമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷേ റോമൻ റീൻസ് ആ ഒരു ഇമോജിയിലൂടെ ഒരുപാട് സന്തോഷിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരി ഒരു കളിയാക്കൽ രീതിയിലാണ്. എങ്കിൽ പോലും റോമൻ റീൻസിന് റോക്കുമായിട്ടൊരു മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം സന്തോഷിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം റോക്ക് ഒരു ഹോളിവുഡ് ലെവലൊരു ആക്ടറാണ്. അതുപോലെ തന്നെ ഫോർമർ WWE ലെജൻഡാണ്. ഫോർമറല്ല, WWE ലെജൻഡാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ്. സോ റോക്കുമായിട്ടൊരു മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ റോമൻ റീൻസിന് എന്തുകൊണ്ടും വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോമൻ റീൻസ് ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. കാരണം കുറേ ഹോളിവുഡ്, അതായത് സിനിമ കാണുന്നവർ കുറേ പേര് ഈ ഒരു മാച്ച് കാണും റോക്കിനെ കാണാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കറിയാം ചിലവർ, അതായത് ഇപ്പോൾ ഉള്ളവർ പലരും WWE അങ്ങനെ കാണണമെന്നില്ല. പക്ഷേ റോക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കണ്ടേക്കാം റസൽമേനിയയിലെ മാച്ചൊക്കെ. സോ അതിലൂടെ റോമൻ റീൻസ് ഒരുപാട് ഫേമസ് ആകും. സോ റോമൻ റീൻസിന് എന്തുകൊണ്ടൊരു നല്ല കാര്യമാണ് റോക്കുമായിട്ടൊരു മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺ സീനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. പക്ഷേ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് റോക്കും റോമൻ റീൻസുമായിട്ടാണ്. അതായത് ജോൺ സീന അതിന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരു പിക്ചർ പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് റോമൻ റീൻസ് ജോൺസിനെയും ഫേസ് ടു ഫേസ്, റോമൻ റീൻസ് ജോൺസിനെയും അല്ല, റോമൻ റീൻസ് റോക്ക് ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇപ്പോൾ ജോൺസിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ജോൺസിനെ പല ടീസുകളും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് പങ്കുവെക്കുന്നത്. സോ നമുക്ക് ഇതൊരു ടീസാണെന്ന് വിചാരിക്കാം. അതായത് റോമൻ റീൻസ് വേഴ്സസ് റോക്ക് മാച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. എലിമിനേഷൻ ചേമ്പർ വേണമെങ്കിൽ ഈ ഒരു മാച്ച് നടക്കാം. കാരണം ഓസ്ട്രേലിയക്കാർക്ക് റോക്കിൻ്റെ ഒരു മാച്ച് വേണം, അല്ലെങ്കിൽ റോക്കിനെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരണമെന്ന് വലിയ അടുത്തുള്ള പ്രഷർ അവിടെ ഇടുന്നുണ്ട്. സോ ഈ ഒരു മാച്ചിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് എലിമിനേഷൻ ചേമ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ റോയൽ റംബിളിൽ കാണാൻ സാധിച്ചെന്ന് വരാം. റോയൽ റംബിളിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് വിജയിക്കുന്നവരായിരിക്കും റോയൽ റംബിൾ. സോ റോയൽ റംബിളിൽ ആ ഒരു മാച്ച് കാണണമെന്നില്ല. ബട്ട് എലിമിനേഷൻ ചേമ്പറിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഈ ഒരു മാച്ച്. പിന്നെ റസൽമേനിയ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു റീമാച്ചായിട്ട് വീണ്ടും നടത്താം. അതായത് റസൽമേനിയ ടൈപ്പ് ഒരു മാച്ച് തന്നെയായിരിക്കും അത് റീമാച്ച് ആയാലും. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെത്ത് റോളിൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. നമുക്കറിയാം സെത്ത് റോളിൻസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ പരാജയപ്പെടുമെന്നായിരുന്നു വിചാരിച്ചത്. അതായത് ഈ ഒരു എപ്പിസോഡിൽ അദ്ദേഹം പരാജയപ്പെടുമെന്നായിരുന്നു വിചാരിച്ചത് അവസാന നിമിഷമൊക്കെ ആയപ്പോൾ. പക്ഷേ വീണ്ടും അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ നിലനിർത്തി. എന്തായാലും ഈ ഒരു ടൈറ്റിൽ നിലനിർത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം 220 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് WWE വേൾഡ് ചാമ്പ്യനായിട്ട്. കൂടാതെ ഈ ഒരു 220 ദിവസത്തിനിടയിൽ അദ്ദേഹം 56 തവണ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പല PLEs, അതുപോലെ തന്നെ ലൈവ് ഇവൻറ്റ്സ്, അതുപോലെ തന്നെ WWE റോ സ്മാക്ഡൗൺ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. സെത്ത് റോളിൻസിൻ്റെ ആ ഒരു ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഭീഷണികൾ ഏറെയാണ്. ഡാമിൻ പ്രീസ്റ്റ് ആ ഒരു സൈഡിലുണ്ട്. സോ ഭീഷണികളൊക്കെ ഏറെയാണ്. സോ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം പരാജയപ്പെടാമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സ്റ്റിൽ ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിനി കണ്ടു തന്നെ അറിയണം അദ്ദേഹം എത്ര നാൾ കൂടി ഈ ഒരു ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകുമെന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. ഇന്നത്തെ WWE റോയുടെ കമൻട്രി പാനലിലേക്ക് മൈക്കിൾ കോൾ തിരിച്ചെത്തുന്നത്. സോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നത്തേക്ക് മാത്രം തിരിച്ചു വന്നേ, അതൊരു സ്പെഷ്യൽ എപ്പിസോഡൊക്കെ ആയതുകൊണ്ട് തിരിച്ചു വന്നേയായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇനി മുതൽ മൈക്കിൾ കോളും വെയ്ഡ് ബററ്റും WWE റോയിലായിരിക്കും. അതുപോലെ തന്നെ കെവിൻ പാട്രിക്കും അതുപോലെ തന്നെ കോറി ഗ്രേവ്സും സ്മാക്ഡൗണിലെ കമൻറ്റേറ്റേഴ്സ് ആയിരിക്കും. സോ അങ്ങനെ കമൻട്രി ടീമിലും ന്യൂ ഇയറോടെ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നത്തെ ഒരു മാച്ചിനിടയിൽ ബെക്കി ലിഞ്ച് മുഖത്തു നിന്ന് ബ്ലഡ് വരുന്നത്. ആ ബ്ലഡ് വരുന്ന കാര്യങ്ങളൊക്കെ WWE ക്ലിയർ ആയിട്ട് കാണിക്കുകയും ചെയ്തു. സാധാരണ WWE അത് ബ്ലർ ചെയ്ത് കളയാറാണ് പതിവ്. സോ WWE എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്, WWE ബ്ലഡ് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവ് മെൽസർ ഇപ്പോൾ പറയുന്നത്
അതായത് ഈ ഒരു പോളിസി ചെറിയ ചേഞ്ചൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ഡേവ് മെൽസർ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ ചേഞ്ചൊന്നുമല്ല, അതായത് TV14 പോലൊരു സംഭവം ഒന്നും വരാൻ പോകുന്നില്ല, പക്ഷേ ചെറിയ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉറപ്പായിട്ടും വരുമെന്നാണ്. അതായത് WBD TNT നെറ്റ്വർക്കിലേക്ക് WWE മാറാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചുകളായിരിക്കും ഇതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം WBD TNT നെറ്റ്വർക്കിലാണ് AEW ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. നമുക്കറിയാം AEW എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന്. TV14നെക്കാട്ടി അപ്പുറം വന്ന് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോഴൊക്കെ പറയാം. സോ WWE അതായത് WBD TNT നെറ്റ്വർക്കിൽ അതൊക്കെ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ WWE അവിടേക്ക് ഇതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. സോ TV14 ലെവലിലേക്കൊന്നും ഒരിക്കലും WWE തിരിച്ചു പോകില്ല, പക്ഷേ ചെറുതായിട്ട് ഇതുപോലത്തെ ബ്ലഡ് സെഗ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അതായത് ഇന്ന് ബെക്കി ലിഞ്ചിനെ കാണിച്ച പോലെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിയോവാനി വിഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ജിയോവാനി വിഞ്ചിക്ക് എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടെയാണ് കോവിക്കേഷന് ഒരു ഡ്രോപ്പ് കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അത് ജിയോവാനി വിഞ്ചിക്ക് ഡ്രോപ്പ് കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ജെയ്യൂസയിലേക്ക് ടാഗ് ചെയ്യുന്ന സമയത്ത് അതിന് പെട്ടെന്ന് മാറ്റിയിരിക്കുന്നു. എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്, എന്താണ് ഈ സംഭവിച്ചതെന്ന്. പെട്ടെന്ന് പറയുന്നു അതായത് ജെയ്യൂസയും കോവിക്കേഷനും അവർ മാറ്റുകയും ചെയ്യും. സോ അവിടെ ഉണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ജിയോവാനി വിഞ്ചിക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു മാച്ച് നടത്തിയിരുന്നത്. സത്യം പറഞ്ഞാൽ ജിയോവാനി വിഞ്ചിക്ക് റിയലായിട്ടൊരു കൺകഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു മാച്ച് പെട്ടെന്ന് തന്നെ നിർത്തിയത്. അതൊരു റിയൽ ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു, സ്റ്റോറി ലൈൻ ബേസ് ഒന്നുമല്ല. എന്തായാലും ജിയോവാനി വിഞ്ചി അതിൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, പക്ഷേ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നത്. സോ ജിയോവാനി വിഞ്ചിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ചെയ്തിട്ടുണ്ട്, അതായത് WWE ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ, അതായത് ഈ വർഷത്തെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ, മെയിൽ സൂപ്പർ സ്റ്റാർ, ഫീമെയിൽ സൂപ്പർ സ്റ്റാർ, ബെസ്റ്റ് ഡെബ്യൂ, ബെസ്റ്റ് എൻ്റർടൈനർ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പല കാറ്റഗറി ഞാൻ ഒരു പോൾ പോലെ അത് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ പോയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും ഇങ്ങനെ പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ മാക്സിമം ഒരു ഫെയർ പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാറിനെ പോൾ ചെയ്ത് 2023 ഏറ്റവും മികച്ചതെന്ന് തോന്നിയ സംഭവം മാത്രം പോൾ ചെയ്യുക. ഇതുവരെയുള്ള പോളൊക്കെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സോ എല്ലാവരും അങ്ങനെ പോൾ ചെയ്യാതെ മാക്സിമം നിങ്ങൾക്ക് ഫെയർ ആയിട്ട് തോന്നിയ പോൾ ചെയ്യുക. പിന്നെ ഫാൻസിൻ്റെയാണ്, അതായത് പീപ്പിൾസ് വോട്ടാണിത്. സോ നിങ്ങൾ ആരെയാണോ വിജയിപ്പിക്കുന്നത് അവരെ ഞാൻ വിജയമായിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. ബട്ട് നിങ്ങളെല്ലാവരും അത് ഫെയറായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ബട്ട് ഇത് നമ്മുടെ അത് മലയാളം ഓഡിയൻസ്, അതായത് ഈ ഒരു കേരളത്തിൽ നിന്ന് കാണുന്ന ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായം എന്ന നിലയിൽ, അതായത് 2023 ഏറ്റവും മികച്ച നിങ്ങളുടെ അഭിപ്രായം, അതായത് മലയാളികളുടെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ നമുക്കിതിനെ വേണമെങ്കിൽ കരുതാം. അതായത് AJ ടോക്ക് അവാർഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയും. സോ അതിന് നമുക്ക് അങ്ങനെ ആയിരുന്നു. സോ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നു കേൾക്കുന്നു, ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ്.